നല്ലൊരു ജോലി ലഭിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രതിഫലവുമുള്ള ജോലി ലഭിക്കാൻ ഏത് തരം ജോലിയാകട്ടെ, ചെറിയ ജോബാകട്ടെ, വലിയ ജോബാകട്ടെ, വർക്ക് ഫ്രം ഹോം ആകട്ടെ, പ്രൈവറ്റ് ജോബാകട്ടെ, PSC വഴിയോ അല്ലാതെയുള്ള ഗവൺമെന്റ് ജോബാകട്ടെ, വിദേശ ജോബാകട്ടെ, നിലവിലുള്ള ജോബ് മാറി മെച്ചപ്പെട്ട മറ്റൊരു ജോബ് ആഗ്രഹിക്കുന്നവരാകട്ടെ, മനഃശക്തിയുടെ അനന്തമായ സാധ്യതകൾ കൂടി ജോബ് ലഭിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാനുള്ള 3 മൈൻഡ് പവർ ടെക്നിക്കുകൾ ഒരുമിച്ച് ചെയ്താൽ ഫലം ഉറപ്പാണ്. അതോടൊപ്പം ജോബ് ലഭിക്കുന്നതിനായി ഭൗതികമായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളും ബാഹ്യമായി ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളും കൂടി ശരിയായി ചെയ്താൽ ഫലം പെട്ടെന്ന് ലഭിക്കും. ആദ്യം ആ 3 മൈൻഡ് പവർ ടെക്നിക്കുകൾ സമന്വയിപ്പിച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയാം. അതിനുശേഷം ആ ഭൗതികമായ കാര്യങ്ങൾ, മെറ്റീരിയൽ തിങ്സും പറയാം. ഏതായാലും ഈ വീഡിയോയിൽ സാധാരണയിൽ കവിഞ്ഞ വിശദീകരണങ്ങൾ ഉണ്ടാകും. കാരണം നാനാ തുറകളിലുമുള്ള നാനാ ടൈപ്പായിട്ടുള്ള ആളുകൾ ഉണ്ടാകും. സാധാരണക്കാരായ ചെറിയ ജോബുകൾ നോക്കുന്ന ആളുകളും ഉണ്ടാകും, ഹൈഫൈ വലിയ ജോബുകൾ നോക്കുന്ന ആളുകളും ഉണ്ടാകും. എല്ലാവർക്കും ഗുണകരമായ കാര്യമാണ് പറയാൻ പോകുന്നത്. പക്ഷേ എല്ലാവരുടെയും ഗ്രാസ്പിംഗ് പവർ, എല്ലാവർക്കും മനസ്സിലാക്കാനുള്ള ശേഷി ഒരുപോലെ ആയിരിക്കില്ല, എല്ലാവരുടെയും ബാക്ക്ഗ്രൗണ്ടും ഒരുപോലെ ആയിരിക്കില്ല. അപ്പോൾ ചിലപ്പോൾ ചിലർക്ക് കരുതിയേക്കാം ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളല്ലേ എന്നുള്ളത്. എല്ലാവർക്കും അറിയുന്ന ആകണമെന്നില്ല, അത് അറിയാത്തവരും ഉണ്ടാകും. അപ്പോൾ അറിയാത്തവർക്കും അതും കൂടെ മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് പോകേണ്ടതുണ്ട്. എങ്കിലേ ഈ വീഡിയോ ഉദ്ദേശത്തിൽ കൊള്ളൂ, ഗുണത്തിൽ ഭവിക്കൂ. എല്ലാവർക്കും ഒരുപോലെ ഗുണം ചെയ്യണം. അതുകൊണ്ട് അറിയുന്ന കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങളത് ക്ഷമയോടെ മുന്നോട്ട് പോവുക. അങ്ങനെ ഇത് ചെയ്യാൻ കഴിയുള്ളൂ. എല്ലാവരെയും ഇത് തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പലതും ആവശ്യത്തിലധികമെന്ന് തോന്നിക്കുന്ന വിശദീകരണങ്ങളോടെ ആയിരിക്കും പോകുന്നുണ്ടാവുക. ലഭിക്കുമ്പോൾ വ്യക്തമായി ലഭിക്കണം, എങ്കിലേ അത് ഫലത്തിൽ കൊള്ളൂ. ജോബ് ലഭിക്കുന്നതിനായുള്ള മൈൻഡ് പവർ ടെക്നിക്ക് ചെയ്യുന്നതിനായി ഒരു ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് മിനിമം 5 മിനിറ്റ് മുതൽ ശരാശരി 20 മിനിറ്റ് വരെ സമയം കണ്ടെത്തി ചെയ്യണം. ഈ ടെക്നിക്ക് മുന്നേറുന്നത് തുടക്കം മുതൽ അത് മുന്നേറുന്നത് 3 ഘട്ടങ്ങളായാണ്. 3 ഘട്ടങ്ങളായാണ് ഈ ടെക്നിക്ക്. ഒരു ഇരിപ്പിന് തന്നെ ചെയ്യാൻ കഴിയും, ഒരു 5 മിനിറ്റോ 20 മിനിറ്റോ എടുത്ത് ചെയ്യാം. അത് 3 ഘട്ടങ്ങളായാണ് ആ ടെക്നിക്ക് പുരോഗമിക്കുന്നത്. അതിന്റെ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് ഒരു ജോബ് ലഭിക്കുന്നതിനായി ആന്തരികമായോ ബാഹ്യമായോ തടസ്സം വന്നേക്കാവുന്ന, ഒരു ജോബ് ലഭിക്കുന്നതിന് തടസ്സമായി മാറിയേക്കാവുന്ന ബ്ലോക്കുകൾ, മെന്റൽ ബ്ലോക്കുകൾ മാറ്റുന്ന ഒരു ക്ലെൻസിങ് ആണ്. ആ ക്ലെൻസിങ്ങിന്റെ അടിസ്ഥാനം, ആ മെന്റൽ ബ്ലോക്ക്, ആ ഒരു മെന്റൽ ബ്ലോക്കിന്റെ വൈബ് അത് മാറ്റുന്നതിന്റെ ആ ക്ലെൻസിങ്ങിന്റെ അടിസ്ഥാനം സെൽഫ് ഫോർഗീവ്നെസ്, സെൽഫ് ഗ്രാറ്റിറ്റ്യൂഡ്, സെൽഫ് ലവ്, സെൽഫ് അക്സെപ്റ്റൻസ്, സെൽഫ് ഡിസർവിങ്. ഈ 4 ഘടകങ്ങളാണ് 1-ാം ഘട്ടത്തിൽ അടങ്ങുന്നത്. അതെങ്ങനെ ചെയ്യണമെന്നാൽ, അതിനു മുൻപ് ആ ജോബിന് കാരണമാകുന്ന മെന്റൽ ബ്ലോക്കോ, അങ്ങനെ ഒരു മെന്റൽ ബ്ലോക്കോ എന്ന് വെച്ചാൽ എന്താണ് എന്നുള്ളതിന്റെ ഒരു മനഃശാസ്ത്ര വശം ഒന്ന് അറിഞ്ഞു പോകുന്നത് നന്നായിരിക്കും. അത് അറിഞ്ഞു ചെയ്യുമ്പോൾ അതിന്റെ ഫലപ്രാപ്തി വർദ്ധിക്കുകയും ചെയ്യും. ആ ഒരു മെന്റൽ ബ്ലോക്ക് എന്നാൽ നാം പലപ്പോഴും, അല്ലെങ്കിൽ മനുഷ്യർ പലപ്പോഴും ഈ ജോബ് കിട്ടാത്തത് കൊണ്ട്, ഒരുപാട് കാലം അന്വേഷിച്ച് ജോബ് കിട്ടാത്തത് കൊണ്ട്, അല്ലെങ്കിൽ നിലവിലുള്ള ജോബിനെക്കാട്ടിൽ മെച്ചപ്പെട്ടൊരു ജോബ് കിട്ടാത്തത് കൊണ്ട്, അതായത് ആവശ്യമുള്ളത് കൊണ്ട് തന്നെ കിട്ടാത്തത് കൊണ്ട്, അത്തരം പല പല കൊണ്ട് ഒരു ജോബ് കിട്ടാത്തത് കൊണ്ട് പലപ്പോഴും സ്വയം കുറ്റപ്പെടുത്തിയിട്ടുണ്ടാകാം. ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം സ്വയം കുറ്റപ്പെടുത്തിയിട്ടുണ്ടാകാം. എന്നെ കൊണ്ടൊന്നിനും കഴിയില്ല, ഇതെനിക്ക് പറ്റിയ പണിയല്ല, ഞാനൊക്കെ എല്ലായിടത്തും റിജക്ട് ചെയ്യപ്പെടുകയാണല്ലോ, എന്നെ കൊണ്ടൊന്നിനും കൂട്ടിയാൽ കൂടില്ല, ഞാൻ അത്ര കഴിവുള്ളവനൊന്നും അല്ല, എന്നെ കൊണ്ടൊന്നിനും പറ്റില്ല എന്നുള്ള സ്വയം കുറ്റപ്പെടുത്തലുകൾ, സ്വയം പരിഹസിക്കലുകൾ. അത് മറ്റുള്ളവർ പറഞ്ഞു കേട്ടത് അക്സെപ്റ്റ് ചെയ്തതും ഉണ്ടാകാം. മറ്റുള്ളവർ ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാകാം ഇതൊന്നും നിനക്ക് പറ്റിയ പരിപാടിയല്ല, ആ ജോബൊന്നും നിനക്ക് പറ്റില്ല എന്ന് പറഞ്ഞത് കേട്ട് അത് ശരിയാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടാകാം. അത് അവരുടെ അഭിപ്രായം മാത്രമാണ്. അത് നാം ഏറ്റെടുക്കുമ്പോൾ അതും നമ്മെക്കുറിച്ച് നാം തന്നെ കുറ്റപ്പെടുത്തുന്നതിന് തുല്യമാണ്. അത് മറ്റു പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാകാം. നിരന്തരം പലയിടത്തു നിന്നും ജോലി നിരസിക്കപ്പെട്ടതുകൊണ്ട്, റിജക്ട് ചെയ്യപ്പെടുമ്പോഴും ഇതൊന്നും നമുക്ക് പറ്റില്ല, ആകപ്പാടെ നിരാശാബോധം വരിക, ഒരു ജോബ് കിട്ടാത്തത് കൊണ്ടുള്ള നിരാശാബോധം. അതുപോലെ ചിലയിടത്തു നിന്നെങ്കിലും പിരിച്ചുവിട്ടതിന്റെ വേദന, ആ പിരിച്ചുവിട്ടപ്പോൾ അവർ പറഞ്ഞ കുത്തുവാക്കുകൾ, നിനക്കൊന്നും ഇതിനുള്ള കപ്പാസിറ്റി ഇല്ല, നിനക്ക് അതിനുള്ള കഴിവില്ല എന്ന് പറഞ്ഞ വാക്കുകളൊക്കെ നമ്മുടെ ആന്തരിക മുറിവുകളായി, അതൊരു വൈബായി മാറും. അത് നമ്മുടെ മുഖത്തും പ്രതിഫലിക്കും. അതാണ് ബാഹ്യമായി നമ്മുടെ മുഖത്തും പ്രതിഫലിക്കും. അത് വെച്ചൊക്കെ നമ്മൾ വീണ്ടും ഒരു ജോബിനൊക്കെ പോകുമ്പോൾ, നേരിട്ടൊക്കെ കാണുമ്പോൾ തന്നെ അവർക്ക് ബോധ്യമാകും ഹീസ് നോട്ട്, ഇദ്ദേഹം അതിന് എലിജിബിൾ അല്ല, യോഗ്യനല്ല എന്നുള്ളത്. അത് നമ്മുടെ വൈബ് ഉണ്ടാകും, അവർക്കത് മനസ്സിലാകും. ഒരു എംപ്ലോയർക്ക്, ഒരു ഗവൺമെന്റ് ജോബ് പോലുള്ള ജോബുകൾക്ക് അത് ബാധകമല്ല, പക്ഷേ മറ്റ് വിദേശ ജോബിനൊക്കെ ഒരു ഇന്റർവ്യൂ, ഒരു ഓൺലൈൻ ഇന്റർവ്യൂ പോലും ഫേസ് ചെയ്യേണ്ടി വന്നാൽ അതൊക്കെ ബാധിക്കും. നാം അത് അറിയില്ലെന്ന് മാത്രം. അതൊക്കെ ഒരു ഇന്റേണൽ വൈബ്, അത് ബാഹ്യമായും അത് ബഹിർസ്ഫുരിക്കും. അപ്പൊ അതിനൊക്കെ പരിഹാരം, അതാണ് ഈ ബ്ലോക്ക് എന്ന് പറയുന്നത്. അത് ഇത്തരം പല കാര്യങ്ങൾ കൊണ്ടാണ് വന്നു ചേരുന്നത്. നാം നമ്മെ തന്നെ അറിഞ്ഞും അറിയാതെയും പരിഹസിച്ച, നമുക്ക് നമ്മെ തന്നെ വിലയില്ലാത്തൊരവസ്ഥ. അപ്പോൾ അത് മാറുന്നതിനാണ് ഈ 1-ാം ഘട്ടം, ആ ക്ലെൻസിങ്. അത് 4 പറഞ്ഞല്ലോ, 4 കാര്യങ്ങൾ കൂടിയാണ് ആ ഒരു ക്ലെൻസിങ് എന്ന ഘട്ടം നടക്കുന്നത്. അത് ചെയ്യുമ്പോൾ വളരെ ആത്മാർത്ഥമായി ചെയ്യുക. ആ ഒരു 5 മിനിറ്റോ 20 മിനിറ്റോ ഹോംവർക്ക് ചെയ്യാൻ ടൈം കണ്ടെത്തുന്നതിൻ്റെ ആദ്യ ഭാഗത്ത് അത് ചെയ്യുക. വളരെ ശാന്തമായിരുന്ന്, കണ്ണടച്ചിരുന്ന് ക്ഷമയോടെ ഹോംവർക്ക് ചെയ്യാൻ ടൈം കണ്ടെത്തി ക്ഷമയോടെ ഇരിക്കുമ്പോൾ ആദ്യ ഘട്ടത്തിൽ ജസ്റ്റ് നേരെ അവനവനിലേക്ക് ഒന്ന് കണ്ണോടിച്ചുകൊണ്ട്
ഞാൻ അറിഞ്ഞും അറിയാതെയും എന്നെ കുറ്റപ്പെടുത്തി പോയ എല്ലാ സന്ദർഭങ്ങൾക്കും ഞാൻ എന്നോട് തന്നെ ക്ഷമ ചോദിക്കുന്നു. ഒരു ജോലി കിട്ടാത്തത് കൊണ്ടാവട്ടെ, മറ്റെന്തെല്ലാം കാരണങ്ങൾ കൊണ്ടും ഞാൻ എന്നെ കുറ്റപ്പെടുത്തുകയോ പരിഹസിക്കുകയോ ചെയ്ത എല്ലാത്തിനും ഞാൻ എന്നോട് തന്നെ ക്ഷമ ചോദിക്കുന്നു. ഐ എം സോറി, ഐ എം സോറി, ഐ എം സോറി. മിനിമം 3 പ്രാവശ്യമെങ്കിലും സോറി പറയുക. ഒരു പക്ഷേ ആത്മഹത്യാ ചിന്ത പോലും വന്നവരുണ്ടാകാം ഇതുകൊണ്ടൊക്കെ. ഇനി ഞാൻ, അതായത് ഈ ജോബ് കിട്ടാത്ത നിരാശ കൊണ്ട് ആത്മഹത്യാ ചിന്ത വന്നവർ പോലും ഉണ്ടാകാം. അവരൊക്കെ ഒന്നുകൂടെ ആത്മാർത്ഥമായിട്ട് ഒരു 10 വട്ടം സോറി പറയുക. നമ്മുടെ മൈൻഡ് ഒന്ന് ക്ലീൻ ആവട്ടെ. ഐ എം സോറി, ഐ എം സോറി. ഞാൻ അത്രയും നീചമായ ചിന്തയിലേക്ക് ഞാൻ സ്വയം പോയതിന്, ഞാൻ എന്നെ തന്നെ നിരാശപ്പെട്ടു പോയതിന്, അതൊക്കെ നമ്മളോടുള്ള വിലയില്ലായ്മയാണ്. അപ്പോൾ അത്തരം ആ കുറ്റബോധമൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉള്ളിൽ, നമ്മുടെ പുറമേ നമുക്കൊരു പക്ഷേ കുറ്റബോധം തോന്നിയില്ല എങ്കിലും അതെല്ലാം മാറി ആ ബ്ലോക്ക് മാറുന്നതിന് ആത്മാർത്ഥമായി ഞാൻ എന്നെ തന്നെ പരിഹസിച്ചതിനും, ഞാൻ എന്നെ തന്നെ കുറ്റപ്പെടുത്തിയതിനും, ഞാൻ എന്നെക്കുറിച്ച് വില കുറച്ച് കണ്ടതിനും, എന്നെക്കുറിച്ചുള്ള എൻ്റെ എല്ലാ തെറ്റായ ധാരണകൾക്കും ഞാൻ എന്നോട് ക്ഷമ ചോദിക്കുന്നു. ഐ എം സോറി, ഐ എം സോറി, ഐ എം സോറി, ഐ എം സോറി. അതിനുശേഷം ഗ്രാറ്റിറ്റ്യൂഡ്, ആ ക്ലെൻസിങ്ങിന്റെ ഭാഗം തന്നെയാണ് നന്ദിയുടെ മനോഭാവം. അവനവനോടാണ് നന്ദി. എന്തെങ്കിലും വിശ്വാസപ്രകാരം അവനവനോട് നന്ദി പറയുന്നത് നിഷിദ്ധമായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ വിശ്വാസപ്രകാരം ഗോഡിനോടാകാം. ഏതായാലും ഈ ക്ലെൻസിങ്ങിൽ അവനവനോടാണ് നന്ദി പറയേണ്ടത്. അത് ഗോഡിനോടുമാകാം. ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, ആ നന്ദിയുടെ മനോഭാവം ഉണ്ടായാൽ മതി. താങ്ക് യു, എനിക്ക് ഇത്രയും കാലം ഉണ്ടായിരുന്ന എല്ലാ കഴിവുകൾക്കും, ഒരുപക്ഷെ ഇതുവരെ ജോബ് ചെയ്യാത്ത പുതുതായി ജോബിന് അന്വേഷിക്കുന്നവർക്ക് പെട്ടെന്ന് നോക്കിയാൽ ഒന്നും കണ്ടോളണമെന്നില്ല. പക്ഷേ ഇത്രയും കാലം നിങ്ങൾ ആ പഠനത്തിന് മറ്റു കാര്യങ്ങൾക്കും ഒക്കെ വിനിയോഗിച്ച് നിങ്ങളുടെ കഴിവുകളെ ഓർത്ത്, എനിക്കുള്ള എല്ലാ കഴിവുകളെയും ഓർത്ത് താങ്ക് യു, താങ്ക് യു, താങ്ക് യു. എനിക്കുള്ള എല്ലാ കഴിവുകൾക്കും, എനിക്കുള്ള എല്ലാത്തിനും വേണ്ടി അതെ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അടുത്തത് സെൽഫ് ലവ്. ചിലരെങ്കിലും ചിലപ്പോഴെങ്കിലുമോ പലപ്പോഴുമൊക്കെയോ സ്വയം വെറുത്തിട്ടുണ്ടാകാം. പല കാരണങ്ങൾ കൊണ്ടും, ജോബ് കിട്ടാത്തത് കൊണ്ടും വെറുത്തിട്ടുണ്ടാകാം. ആ കാരണം കൊണ്ട് മാത്രമല്ലാതെ മറ്റു പല കാരണങ്ങൾ കൊണ്ടും സ്വയം വെറുത്തിട്ടുണ്ടാകാം, വെറുപ്പ് തോന്നിയിട്ടുണ്ടാകാം. ആ ഒരു ഇന്റേണൽ ബ്ലോക്കിനെ ക്ലീൻ ചെയ്യുന്നു. ജസ്റ്റ് ഐ ലവ് മൈസെൽഫ്, ഐ ലവ് മൈസെൽഫ്, ഐ ലവ് മൈസെൽഫ്, ഐ ലവ് മൈസെൽഫ്. നമ്മുടെ ഈ മൈൻഡ് പവർ ടെക്നിക്കിൻ്റെ ക്ലെൻസിങ് എന്ന ഒന്നാം ഘട്ടം, അതിൻ്റെ ഒന്നാം ഘട്ടമാണ് ക്ലെൻസിങ്. നമ്മളത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ക്ലെൻസിങ് എന്ന ഈ ഘട്ടത്തിൻ്റെ അടുത്ത പോയിന്റ് അതിനിർണായകമാണ്, ഏറെ പവർഫുൾ ആണ്. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് മനസ്സറിഞ്ഞ് ഈ മൈൻഡ് പവർ ടെക്നിക്ക്, ജോബ് കിട്ടാനുള്ള മൈൻഡ് പവർ ടെക്നിക്ക് ചെയ്തിട്ട് നിങ്ങളൊരു ജോബ് അന്വേഷിക്കൂ. അത്ഭുതം പോലെ റിസൾട്ട് ലഭിക്കും. ജോബ് ലഭിക്കുന്നത് വരെ തുടരുക. നമ്മൾ ഈ ടെക്നിക്ക് തുടരുന്നു, പുരോഗമിക്കുന്നു. അടുത്തത് അതിനുശേഷം അക്സെപ്റ്റൻസ്, സ്വയം അംഗീകാരം. ഐ അക്സെപ്റ്റ് മൈസെൽഫ്. ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ എന്നെ തന്നെ പൂർണ്ണമായും അംഗീകരിക്കുന്നു. ഇവിടെ പലർക്കും ആ കുറ്റപ്പെടുത്തലുകളിലൊക്കെ അർത്ഥം എന്താ? നാം സ്വയം അംഗീകരിച്ചില്ല എന്നുള്ളതാണ്. നാം സ്വയം അംഗീകരിച്ചില്ല എങ്കിൽ ഒരു എംപ്ലോയർ എങ്ങനെയാണ്, ഇത് PSC പോലുള്ള കാര്യങ്ങൾക്ക് അത് ബാധകമായിരിക്കില്ല എങ്കിലും ഒരു എംപ്ലോയർ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു മേലധികാരി എങ്ങനെയാണ് നിങ്ങളെ ബഹുമാനത്തോടെ അല്ലെങ്കിൽ വാല്യൂയോടെ അക്സെപ്റ്റ് ചെയ്യുക? നാം ആണ് നമ്മെ ആദ്യം അക്സെപ്റ്റ് ചെയ്യേണ്ടത്. ഒരു ജോബിൻ്റെ കാര്യത്തിൽ ഒരു വലിയ പാഠമാണ്, ഒരു വലിയ കാര്യമാണ്. നാം അക്സെപ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ, നാം അംഗീകരിക്കുന്നില്ല എങ്കിൽ ഒരു എംപ്ലോയർ എങ്ങനെയാണ് നിങ്ങളെ അംഗീകരിക്കുക? ഒരു ജോബ് തരാൻ നിങ്ങളെ എങ്ങനെയാണ് അദ്ദേഹം അംഗീകരിക്കുക? അതിനാൽ ആദ്യം ആ ഒരു നെഗറ്റീവ് വൈബ്, ഭയങ്കര വൈബായിരിക്കും നാം സ്വയം അംഗീകരിക്കാതിരിക്കുന്ന ആ ബ്ലോക്ക്. അത് മാറ്റുന്നതിന് സ്വയം മനസ്സിൽ പറയുക. വ്യക്തമാണെന്ന് കരുതുന്നു, ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. ഇത് അത്രയും പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെ നാം ആണ് നമ്മെ ആദ്യം അംഗീകരിക്കേണ്ടത്. നാം നമ്മെ അംഗീകരിക്കുന്നില്ല എങ്കിൽ ഒരു എംപ്ലോയറോ മറ്റുള്ളവരോ എങ്ങനെയാണ് നമ്മെ അംഗീകരിക്കുക? ഇത് മനസ്സിലാക്കിക്കൊണ്ട് വളരെ ആത്മാർത്ഥമായി ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ, നമുക്ക് പല പോരായ്മകളും പ്രശ്നങ്ങളും ചിലപ്പോൾ ഒരുപക്ഷെ പലതും ഉണ്ടാകും, പല നെഗറ്റീവ്സ് ഒക്കെ ഉണ്ടാകാമെന്നേ, അതോടെ നാം നമ്മെ അംഗീകരിക്കണം. അതാണ് ഞാൻ എന്ന് പറയുന്നത്, അതാണ് നാം എന്ന് പറയുന്നത്. മറ്റൊരാളുമായും കമ്പയർ ചെയ്യരുത്. അവരെ പോലെ അല്ലല്ലോ, ഇവരെ പോലെ അല്ലല്ലോ. എല്ലാവരും യൂണിക്കാണ്, എല്ലാവരും വ്യത്യസ്തരാണ്, എല്ലാവർക്കും അവരവരുടേതായ ശ്രേഷ്ഠതയുണ്ട്. അത് മനസ്സിൽ കണ്ടുകൊണ്ട് ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ എന്നെ അംഗീകരിക്കണം. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ തന്നെ ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ എന്നെ പൂർണ്ണമായും അംഗീകരിക്കുന്നു. ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ എന്നെ പൂർണ്ണമായും അംഗീകരിക്കുന്നു. ഈ ആക്ഷൻസ് വേണമെന്നില്ല കേട്ടോ, നിങ്ങൾ ശാന്തമായി നിങ്ങളുടെ രീതിയിൽ പറഞ്ഞാൽ മതി. എൻ്റെ ഒരു രീതിയിൽ ഞാൻ പറയുന്നു എന്നേ ഉള്ളൂ. ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ എന്നെ തന്നെ അംഗീകരിക്കുന്നു. ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ എന്നെ തന്നെ പൂർണ്ണമായും അംഗീകരിക്കുന്നു. ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ എന്നെ തന്നെ പൂർണ്ണമായും അംഗീകരിക്കുന്നു. ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ എന്നെ തന്നെ പൂർണ്ണമായും അംഗീകരിക്കുന്നു. എന്തുമാത്രം നിങ്ങൾക്ക് സ്വയം അംഗീകാരക്കുറവ് ഉണ്ടായിരുന്നോ, നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ അത്രയും പ്രാവശ്യം അത് ആത്മാർത്ഥമായി ആവർത്തിക്കാം നിങ്ങൾക്ക്. അടുത്തതാണ് ഡിസർവിങ്.
നാം സ്വയം അർഹനാണ് എന്നുള്ളൊരു ബോധ്യമുണ്ടാകണം. യെസ്, ഒരു ജോബ് ലഭിക്കാനുള്ള അർഹത എനിക്കുണ്ട്. രണ്ട് രീതിയിൽ ചിന്തിക്കാം. ഒരു ജോബ് ലഭിക്കാനുള്ള അർഹത എനിക്കുണ്ട്, ഒരു ജോബ് ഞാൻ അർഹിക്കുന്നു. ഒരു ജോബ് ഞാൻ അർഹിക്കുന്നു. ഒരു ജോബ് ലഭിക്കാനുള്ള അർഹത എനിക്കുണ്ട്, ഒരു ജോബ് ലഭിച്ച് എനിക്ക് അതെൻ്റെ ഒരു അർഹതയാണ്. ആ ഒരു ജോബ് ലഭിക്കുക എന്നുള്ളത് എൻ്റെ ഒരു അർഹതയാണ്. ആ ഒരു ഡിസർവിങ് ബോധവും കൂടെ, ആ ഒരു അർഹിക്കുന്നു എന്നുള്ളൊരു ബോധവും കൂടെ നിങ്ങൾ ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ ആ ക്ലെൻസിങ് പ്രക്രിയ പൂർണ്ണമായി. രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടവും ആ ലോകപ്രസിദ്ധങ്ങളായ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകൾ തന്നെയാണ് ഓട്ടോ സജഷനും വിഷ്വലൈസിങ്ങും. ഇവിടെ അത് ആ ജോബിന് വേണ്ടി എങ്ങനെയാണെന്നുള്ളതൊന്ന് സ്പെഷ്യലൈസ് ചെയ്ത് പറയുന്നു. ഓട്ടോ സജഷനും വിഷ്വലൈസിങ്ങും എക്സ്ക്ലൂസീവായി ചെയ്തിട്ടുള്ള വീഡിയോകൾ ഈ ചാനലിലുണ്ട്. ഇപ്പം നമുക്ക് രണ്ടാം ഘട്ടം ഓട്ടോ സജഷൻ, അത് കണ്ണു തുറന്നുമാകാം കണ്ണടച്ചുമാകാം. ഓട്ടോ സജഷൻ നിങ്ങൾക്ക് ഈ ടെക്നിക്ക് സമയത്ത് മാത്രമല്ലാതെ അല്ലാത്ത സമയങ്ങളിലും ചെയ്യാം. അതിങ്ങനെയാണ്, വീണ്ടും മനസ്സിൽ നമ്മൾ വാചകങ്ങളായി ആ കമാൻഡുകൾ കൊടുക്കുന്നു. ആ ഒരു വൈബ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഒരു ജോലി ലഭിക്കുവാനുള്ള അർഹത എനിക്കുണ്ട്, ഒരു ജോലി ഞാൻ നേടുക തന്നെ ചെയ്യും, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ജോബ് ഞാൻ നേടുക തന്നെ ചെയ്യും, എൻ്റെ സാധിക്കുന്ന സർവ്വ സാധ്യതകളും ഉപയോഗിച്ച് അന്വേഷിക്കുകയും അതിനായി പരിശ്രമിക്കുകയും ചെയ്ത് ഒരു ജോബ് ഞാൻ നേടുക തന്നെ ചെയ്യും. അതിനുള്ള കഴിവൊക്കെ എനിക്കുണ്ട്. എനിക്ക് ആവശ്യമുള്ളൊരു ജോബ് നേടുവാനുള്ള കഴിവൊക്കെ എനിക്കുണ്ട്. എനിക്ക് ആവശ്യമുള്ളൊരു ജോബ് നേടുവാനുള്ള കഴിവ് എനിക്കുണ്ട്. അത് ഞാൻ ഇത്രയും കാലം വിചാരിച്ചതൊക്കെ അതൊന്നുമല്ല ശരി, മറ്റുള്ളവർ എന്നെക്കുറിച്ച് പറഞ്ഞതുമല്ല ശരി. എനിക്ക് അർഹതയുണ്ട്, ഒരു ജോബ് ഞാൻ അർഹിക്കുന്നു. ആ ഒരു ജോബ് ഞാൻ അന്വേഷിച്ച് കണ്ടെത്തുക തന്നെ ചെയ്യും. എന്തുമാത്രം എഫർട്ട് എടുത്താലും. ഇപ്പോഴത്തെ എൻ്റെ ഏറ്റവും പ്രധാന കാര്യം അതായതുകൊണ്ട് എൻ്റെ സർവ്വശേഷികളും ഉപയോഗിച്ച് അന്വേഷിക്കാവുന്നത് പോലെ എല്ലാം അന്വേഷിച്ച് അതിനായി വേണ്ടുന്ന എഫർട്ട് എടുത്ത് എങ്ങനെയായാലും ശരി ഞാൻ അതിന് ആവശ്യമായ എഫർട്ട് എടുത്ത് എൻ്റെ സർവ്വശേഷികളും ഉപയോഗിച്ച് വളരെ കരുത്തോടെയും ആത്മവിശ്വാസത്തോടെയും അത് അന്വേഷിച്ച് ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും. ഈ രീതിയിലാണ് ഓട്ടോ സജഷൻ മുന്നേറേണ്ടത് ജോബ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ജോബ് ഞാൻ നേടുക തന്നെ ചെയ്യും. ഒരു ജോലി, എനിക്ക് ആവശ്യമുള്ള ഒരു ജോലി, എനിക്ക് ആവശ്യമുള്ള പ്രതിഫലം കിട്ടുന്ന, എനിക്ക് ആവശ്യമുള്ള സാലറി കിട്ടുന്ന ഒരു ജോബ് ഞാൻ അന്വേഷിച്ച് കണ്ടെത്തുക തന്നെ ചെയ്യും. അന്വേഷിച്ചാൽ കിട്ടുമെന്ന് തന്നെയാണല്ലോ. 1-2 ദിവസം കൊണ്ട് കിട്ടിയില്ല എങ്കിലും നിരാശപ്പെടാതെ അത് അന്വേഷിച്ച് ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും. ഒരു ജോബ് നേടിയെടുക്കുവാൻ എനിക്ക് കഴിയും. ഒരു ജോബ് നേടിയെടുക്കുവാൻ എനിക്ക് കഴിയും. ഞാനൊരു ജോബ് നേടുക തന്നെ ചെയ്യും. ഞാനൊരു ജോലി നേടുക തന്നെ ചെയ്യും. ഞാനൊരു ജോലി നേടുക തന്നെ ചെയ്യും. ഈ രീതിയിലാണ് രണ്ടാം ഘട്ടം പുരോഗമിക്കേണ്ടത്. അതിനുശേഷം മൂന്നാം ഘട്ടം വിഷ്വലൈസേഷൻ. അതിന് കണ്ണടച്ചിരുന്നിട്ട് ജോബിൻ്റെ കാര്യത്തിൽ 2 കാര്യങ്ങളാണ് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യേണ്ടത്. ജോബിന് വേണ്ടിയാകുമ്പോൾ 2 കാര്യങ്ങളാണ്. ആദ്യം ആ ജോബ് ലഭിക്കുന്ന ആ പ്രാരംഭ കാര്യങ്ങൾ, അതായത് ഒരു അപ്പോയിൻമെൻറ്റ് ഓർഡർ ആകട്ടെ, അത് മെയിലാകട്ടെ ഫിസിക്കലായിട്ടാകട്ടെ, ഒരു അപ്പോയിൻമെൻറ്റ് ഓർഡർ അല്ലെങ്കിൽ എന്താ പറയുക ഓഫർ ലെറ്റർ, ആ ലെറ്റർ കിട്ടിക്കഴിഞ്ഞ സീനുകൾ അത് നിങ്ങൾ കണ്ണടച്ചിരുന്ന് സങ്കല്പിക്കുകയാണ്. പിന്നെ രണ്ടാം ഘട്ടം എന്ന് പറയുന്നത്, അതിന് രണ്ടാം ഭാഗം എന്ന് പറയുന്നത് ആ ഓഫീസിലേക്ക് നിങ്ങൾ കടന്ന് ചെല്ലുന്ന സീനുകൾ. ആ ഓഫീസിലേക്ക് ആ ജോബ് ലഭിച്ച് അത് എവിടേക്കാണോ എന്താണ് നിങ്ങളുടെ ജോബ് എന്ത് തന്നെയാകട്ടെ ആ ജോബിലേക്ക്, അത് ഗവൺമെന്റ് ജോബാകട്ടെ, എന്ത് ജോബാകട്ടെ, ഗവൺമെന്റ് ജോബാകട്ടെ, വിദേശ ജോബാകട്ടെ, ഇപ്പൊ നിങ്ങൾക്ക് ആ കാര്യം വ്യക്തമാണ്, വിദേശ ജോബാകട്ടെ, ഗവൺമെന്റ് ജോബാകട്ടെ, സാധാരണ നാട്ടിൽ ഒരു പ്രൈവറ്റ് ജോബാകട്ടെ, എന്ത് ജോബാകട്ടെ, അത് വിദേശത്തെങ്കിൽ വിദേശത്ത്, ഗവൺമെന്റ് ജോബെങ്കിൽ ഗവൺമെന്റ് ജോബ്, ആ ഓഫീസിലേക്ക്. ഇതാണ് ഏറ്റവും പ്രധാനം. വിഷ്വലൈസിംഗിന്റെ രണ്ടാം ഭാഗമാണ് പ്രധാനം. വിഷ്വലൈസിംഗിന്റെ ഈ രണ്ടാം ഭാഗം, അതായത് ആ ജോബ് ലഭിച്ചതിന് ശേഷം ആദ്യം ആ ഓഫർ ലെറ്റർ കിട്ടുന്നത് മുതൽ നിങ്ങൾക്ക് ആരംഭിക്കാം. പ്രധാനമായും നിങ്ങൾ വിഷ്വലൈസ് ചെയ്യേണ്ടത് ആ ഓഫീസിലേക്ക് ആദ്യ ദിവസം ജോബിന് കടന്നു ചെല്ലുന്ന സീനുകൾ. ആ ഓഫീസിലേക്ക് കടന്നു ചെല്ലുന്നു, ആ ജോബ് കഴിഞ്ഞ് വീട്ടിലേക്ക് പുറത്തു വരുമ്പോൾ ലഡുവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരുന്നതായിട്ടുള്ള ആ സീനുകൾ. നിങ്ങൾക്ക് ആ ജോബ് ലഭിച്ചതിന് ശേഷമുള്ള സന്ദർഭങ്ങൾ, ആ ജോബ് ലഭിക്കാൻ വേണ്ടിയുള്ള പ്രയത്നങ്ങൾ നിങ്ങൾ വിഷ്വലൈസിംഗിൽ കാണേണ്ടതില്ല കേട്ടോ. അതുകൊണ്ട് ചിലർക്ക് സംശയം തോന്നിയേക്കാം. ആ ജോബ് ലഭിക്കാൻ വേണ്ടിയുള്ള പ്രയത്നങ്ങൾ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യേണ്ടതില്ല. അത് നിങ്ങൾ പകൽ സമയത്ത് ആത്മാർത്ഥമായി ചെയ്തുകൊള്ളുക. വിഷ്വലൈസിംഗ് നമ്മൾ മൈൻഡിലേക്ക് കൊടുക്കേണ്ടത്, ബ്രെയിനിലേക്ക് കൊടുക്കേണ്ടത് ആ ജോബ് ലഭിച്ചതിന് ശേഷമുള്ള അവസ്ഥകൾ. കാരണം അതാണ് നമ്മുടെ ലക്ഷ്യം. മാർഗമല്ല വിഷ്വലൈസ് ചെയ്യേണ്ടത്, ലക്ഷ്യം ആണ് വിഷ്വലൈസ് ചെയ്യേണ്ടത്. ലക്ഷ്യം എന്നത് ആ ജോബ് നേടിക്കഴിഞ്ഞ അവസ്ഥകളാണ്. ആ ഓഫീസിലേക്ക് ആദ്യമായി കടന്നു ചെല്ലുന്ന ആ സീനുകൾ. ഇനി അത് ഞാൻ വിശദീകരിക്കാതെ നിങ്ങൾക്കറിയാം. നിങ്ങളുടെ മനസ്സിൽ ഒരു പ്ലാനും ഒരു അത്യാവശ്യം ഒരു ഐഡിയ ഉണ്ടാവും. ആ ഓഫീസിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എന്തൊക്കെയാണ് അവിടെ ഉണ്ടാവുക എന്നുള്ളത്. അതെന്തോ ആകട്ടെ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ആ ഓഫീസിലേക്ക്, ആ ജോബിലേക്ക് കടന്നു ചെല്ലുന്ന ആദ്യ ദിവസത്തെ കാര്യങ്ങളാണ്. ആ ആദ്യ ദിവസം മുഴുവൻ ഇടയ്ക്കൊന്ന് സങ്കല്പിക്കുക. ഓടിച്ചു വിട്ടാൽ മതി. ആദ്യ ദിവസം ഓഫീസിലേക്ക് പോകുന്നു, ഓഫീസിൽ നിന്ന് ഉച്ചഭക്ഷണം കഴിക്കുന്നു, വൈകുന്നേരം ഓഫീസ് കഴിഞ്ഞ്, ആ ജോബ് കഴിഞ്ഞ്, ഓഫീസിൽ ജോബെന്നോ ആ ജോബ് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നു. വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടിലേക്ക് ആവശ്യം ചെറിയ സ്വീറ്റ്സ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നു. അതെല്ലാവരും കൂടെ എൻജോയ് ചെയ്യുന്നു. അങ്ങനെ ആ ജോബ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷമുള്ള അവസ്ഥകൾ ചിത്രങ്ങളായോ ചലച്ചിത്രങ്ങളായോ സങ്കല്പിക്കുന്നു.
അത് അവസാനിപ്പിക്കുമ്പോൾ ഇതോടെ ഈ ഘട്ടം, ഈ മൈൻഡ് പവർ ഘട്ടം കഴിയുകയാണ്. അത് അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ജോബ് ലഭിച്ചു കഴിഞ്ഞാൽ ആ ഒരു സീൻ, അതിലൊരു നിശ്ചല ദൃശ്യം, നിങ്ങൾ ആ ഓഫീസിലിരിക്കുന്ന സീനിനെ ഒന്ന് സങ്കല്പിച്ചുകൊണ്ട്, അത് ഇഷ്ടം പോലെയാകാം, നിങ്ങൾക്ക് കഴിയുന്നത് പോലെ മതി, ആ ഒരു സങ്കല്പം അവിടെ നിർത്തിക്കൊണ്ട് അതിനെ നോക്കി താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് പറഞ്ഞുകൊണ്ട് വിരമിക്കാം. അത് അവനവനോട് തന്നെയാണ് താങ്ക് യു പറയേണ്ടത്. നേരത്തെ പറഞ്ഞ ദൈവവിശ്വാസ പ്രകാരം താങ്ക് യു പറയണമെന്നുള്ളവർക്ക് ആ രീതിയിലുമാകാം. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, അള്ളാഹുവേ നന്ദി, അള്ളാഹുവേ നന്ദി, അള്ളാഹുവേ നന്ദി, മുരുക നന്ദി, മുരുക നന്ദി, മുരുക നന്ദി. ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡിന്റെ വൈബ് ക്രിയേറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ഈ രീതിയിലാണ് മൈൻഡ് പവറിന്റെ കാര്യം ചെയ്യേണ്ടുന്നത്. ജോബ് ലഭിക്കുന്നതിന് വേണ്ടി മനഃശക്തി, മൈൻഡ് പവർ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി ഭൗതികമായി ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളിലൂടെ ശരിയായി ചെയ്യാൻ കഴിഞ്ഞാൽ ഫലം ഇരട്ടിയാകും. ഭൗതികമായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചില ഘടകങ്ങളുണ്ട്. അത് PSC പോലുള്ള കാര്യങ്ങൾക്ക് ഇനി പറയുന്ന അത്ര അപ്ലിക്കബിൾ ആണോ എന്ന് എനിക്കറിയില്ല. മറ്റ് ഇന്ത്യയിലാകട്ടെ വിദേശത്താകട്ടെ നമ്മുടെ നാട്ടിലാകട്ടെ പ്രൈവറ്റ് ജോബ്, മറ്റ് ജോബുകൾ ആണെങ്കിൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഇന്ത്യയിലും വിദേശത്തും പല വലിയ സ്ഥാപനങ്ങളുടെ തന്നെ മേധാവിയായി ജോലി ചെയ്യാൻ കഴിയുന്ന അനുഭവ വെളിച്ചത്തിലും സ്വന്തം സ്ഥാപനങ്ങൾ റൺ ചെയ്യുന്നതിന്റെ വെളിച്ചത്തിലും ഒരു എംപ്ലോയർക്ക് എന്താണ് വേണ്ടത് എന്നുള്ളൊരു ഐഡിയ കൂടെ ഈ ജോബ് അന്വേഷിക്കുന്നവർക്ക് ഉണ്ടായെങ്കിൽ നന്നായിരിക്കും. ആദ്യഘട്ടം എന്ന് പറയുന്നത് നിങ്ങൾ സ്വയം ചെയ്യേണ്ടതാണ്. നേരത്തെ വിഷ്വലൈസിംഗിൽ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ഓട്ടോ സജഷനിൽ പറഞ്ഞതുപോലെ പരമാവധി അന്വേഷിക്കുക. കൈമയും മറന്ന്, ജോബ് ഇല്ല എങ്കിൽ പിന്നെ ജോബാണ് ലക്ഷ്യമെങ്കിൽ പിന്നെ ആദ്യ പടി എന്ന് പറയുന്നത് ഒരു ജോബിനായുള്ള അന്വേഷണം, സർവ്വ സാധ്യതകളും ഉപയോഗിച്ച് ജോബിന്റെ സാധ്യതകൾ അന്വേഷിക്കുക. അതാണ് ആദ്യഘട്ടം. ഇനി അതിൽ എന്ത് ചെയ്യണമെന്നാൽ ആ ഒരു CV, കരിക്കുലം വിറ്റ് അല്ലെങ്കിൽ CV, ബയോഡാറ്റ, റെസ്യൂമെ, അത് തയ്യാറാക്കുമ്പോൾ മുതൽ നിങ്ങളുടെ ശ്രദ്ധ വേണം. പ്രത്യേകിച്ച് റെസ്യൂമെ ഭയങ്കര ഒരു ശ്രദ്ധ വേണ്ടതാണ്. പലപ്പോഴും റെസ്യൂമകൾ നോക്കുമ്പോൾ തല കറങ്ങിപ്പോകും. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വലിച്ചു വാരി വെച്ചിരിക്കുകയായിരിക്കും. അത് നിങ്ങൾ പലരും അറിയാമായിരിക്കാം. നിങ്ങൾ ഇത് തയ്യാറാക്കാൻ വേണ്ടി ഒരു DTP സെന്ററുകാർക്ക് കൊടുക്കും. അവരുടെ കഴിവ് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട് സയന്റിഫിക് അല്ലാതെ വെറുതെ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ, ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും, ഐ ആം എക്സ്ട്രോവേർട്ട്, അത് ഇത് ഒരുപാട് ഉണ്ടാവും. അതൊന്നും ഒരു എംപ്ലോയർക്ക് ആവശ്യമില്ല. അതൊക്കെ കുത്തി നിറച്ചാൽ ഇദ്ദേഹത്തിന് നോക്കാൻ പോലും സമയം ഉണ്ടാകില്ല. പ്രധാനമായും നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത, പ്രായം, സ്ഥലം, അത്തരം കാര്യങ്ങളും അതുപോലെ തന്നെ അതിന് പ്രധാനമായിട്ട് വേണ്ടത് നിങ്ങളുടെ വിദ്യാഭ്യാസം, അതിനുശേഷം എക്സ്പീരിയൻസുകൾ, ഏതെങ്കിലും ജോബ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസുകളാണ് കൊടുക്കേണ്ടത്. അതല്ലാതെ ഈ മറ്റ് ഇന്നതാണ്, ഞാൻ ടീം ലീഡർ, എനിക്ക് ടീം മാനേജ്മെന്റ് കപ്പാസിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇന്നത് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ട്, അതൊക്കെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് എഴുതി വെക്കുന്നതാണെന്ന് അറിയാത്ത ആളാണോ എംപ്ലോയർ? അതറിയാതെ നിങ്ങളത് എഴുതി വെക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അബദ്ധമാണെന്നാണ് ഞാൻ പറയുക. എന്താ പറയുക, അത് ടീം മാനേജ് ചെയ്യുന്ന ആളാണ്, അതാണ് ഇതാണ്, അതൊക്കെ എല്ലാവരും എഴുതി വെക്കും. അത് എത്രയോ അനുഭവിച്ചിട്ടുണ്ടാകും ഇവര്. അപ്പോൾ അതൊക്കെ അനാവശ്യമായിട്ടുള്ള ക്ലെയിമുകളൊന്നും, അനാവശ്യമായിട്ടുള്ള ഒരു ഇതും വേണ്ട. നിങ്ങൾക്ക് ആ എംപ്ലോയർക്ക് എന്തൊക്കെയാണ് ആവശ്യം, നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത, നിങ്ങളുടെ സ്ഥലം, നിങ്ങളുടെ പ്രായം, അത്തരം കാര്യങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസും അത് വ്യക്തമായിട്ട് ലൈൻ ബൈ ലൈനായിട്ട്, കുറേ ഒരു ഇടതുവശത്ത് ഒരു കള്ളിക്കകത്ത് കുറേ സാധനം, വലതുവശത്ത് വേറെ കള്ളിക്കകത്ത് കുറേ സാധനം, അതൊരിക്കലും റീഡബിൾ ആയിരിക്കില്ല. ഇത് റീഡബിൾ ആയിരിക്കണം, സ്പെസിഫിക് ആയിരിക്കണം, ഇത് വായിക്കാൻ കഴിയണം. ഒരു എംപ്ലോയർ ഈ DTP സെന്ററുകാരുടെ സ്കില്ല് കാണാൻ വേണ്ടി അല്ല ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കി വേണം നിങ്ങൾ റെസ്യൂമെ തയ്യാറാക്കാൻ. അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ആ എംപ്ലോയറുമായി, അത് PSC പോലുള്ള കാര്യങ്ങൾക്ക് ഇത് അത്ര ബാധകമല്ല. പ്രൈവറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് വീഡിയോയിലാകട്ടെ, വിദേശത്തൊക്കെ വീഡിയോയിലാണെങ്കിൽ നേരിട്ടാണെങ്കിലും, ഒരുപക്ഷെ നേരിട്ട് ഓഫീസിൽ പോയോ അതല്ലെങ്കിൽ പുറത്ത് വെച്ചൊരു മീറ്റിംഗോ ഒക്കെ ആണെങ്കിലും ആദ്യ പ്രാവശ്യത്തെ കണ്ടുമുട്ടൽ സമയത്ത് അപ്പിയറൻസ് നന്നായിരിക്കാൻ ശ്രദ്ധിക്കണം. ഇത് ഹൈഫൈ ആളുകൾക്ക് അറിയുന്നതാണ്. അപ്പോൾ അവർ ഈ ഘട്ടം ക്ഷമയോടെ മുന്നോട്ട് പോകണേ. സാധാരണക്കാരായ ചെറിയ ജോലിക്കൊക്കെ പോകുന്നവർ ഇതൊക്കെ ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തുളയുള്ള പാൻറ്റും അതുപോലെ തന്നെ റബ്ബർ ബാൻഡ് ഇട്ട് മുടിയൊക്കെ ആയിട്ട് പോകുന്നതാണ്. അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് പോകുന്നതാണ് അർത്ഥമാക്കുന്നുള്ളൂ. നിങ്ങളുടെ ചില പ്രൊഫഷൻ്റെ ഒക്കെ ആവശ്യങ്ങളോ വല്ല ഫിലിം ഫീൽഡിലൊക്കെ അങ്ങനെ ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സൈഡ് ആക്ടിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് അതൊക്കെ ആവശ്യം വന്നേക്കാം. പക്ഷേ എങ്കിലും അതൊന്ന് വൃത്തിയായിട്ട് നമ്മളൊന്ന് മൈൻഡ് ചെയ്തതായിരിക്കണം. ആ ഒരു വൃത്തിയുള്ള അപ്പിയറൻസ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇനി ഒരു ഓഫീസിലേക്കാണ് പോകുന്നതെങ്കിൽ ഒരുപക്ഷെ എന്തെങ്കിലും കാരണവശാൽ ഈ എംപ്ലോയർ മറന്നു പോയിട്ട് ഇരിക്കാൻ പറഞ്ഞാലും അവിടെ ഭയന്ന് നിന്നുകൊണ്ടല്ല, നേരിട്ടുള്ള മീറ്റിംഗ് എപ്പോഴും വളരെ ഫ്രണ്ട്ലി ആയിരിക്കണം. അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉള്ള ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളെയാണ് ഏതൊരു എംപ്ലോയറും, അത് ഏത് ജോബിനാണെങ്കിലും, ഒരു സ്വീപ്പർ മുതൽ GM വരെയുള്ള പോസ്റ്റിനാണെങ്കിലും അത്യാവശ്യം ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളെ, ഇത് സ്വീപ്പർ ജോബാണെന്ന് കരുതി പേടിച്ച് നിൽക്കുന്ന ഒരാളെ അല്ല. അത് പേടിച്ചാലും അവർക്ക് മനസ്സിലാകും. എങ്കിലും ഒരു ഇന്റർവ്യൂ 10 പേരുണ്ടെങ്കിൽ അതിൽ നന്നായി പെർഫോം ചെയ്യുന്നവരായിരിക്കും, ആ ഫ്രണ്ട്ലി ആകുന്നവരായിരിക്കും. കുറച്ച് ധൈര്യം മീൻസ് മെക്കിട്ടുക എന്നുള്ളതല്ല, അതും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ഓവർ കോൺഫിഡൻസ് വന്നിട്ട് ഇത് കേട്ടിട്ട് ഒരുതരം മെക്കിട്ടുകാരിലല്ല, അത് നിങ്ങൾക്കറിയാം എങ്കിലും ഒന്ന് പറയുകയാണ്, അത് അറിയാത്തവരുണ്ട്.
അപ്പോൾ വളരെ ശാന്തമായിട്ടും കരുത്തോടെ ഒരു പക്ഷേ ആ എംപ്ലോയർ മറന്നുപോയി ഇരിക്കാൻ പറഞ്ഞില്ല എങ്കിൽ അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കുകയാണ്. അപ്പം വളരെ ഫ്രണ്ട്ലി ആയിട്ട് സ്നേഹത്തോട് മര്യാദയോടെ ചോദിക്കാം, സാർ ഞാൻ ഇരിക്കണോ അതോ നിന്ന് പറഞ്ഞാൽ മതിയോ? ചിലപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് പോകാനൊക്കെ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്ന കാര്യം പറയാതിരുന്നതെങ്കിൽ അദ്ദേഹം പറയും പെട്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് പോകാമെന്ന് പറയും, അല്ലെങ്കിൽ സോറി ഇരുന്നോളൂ എന്ന് പറയും. അപ്പോൾ അതൊക്കെ നിങ്ങളവിടെ ബുദ്ധി ഉപയോഗിക്കുക, ഫ്രണ്ട്ലി ആയിരിക്കുക. അതും നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനാണെന്ന് തന്നെ, അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഹ്യൂമൻ ടു ഹ്യൂമൻ ആയിരിക്കുക. എത്ര ഉന്നതനെന്ന് നിങ്ങൾ കരുതുന്ന ആളോടും ആദ്യ ഘട്ടത്തിൽ എപ്പോഴും ഹ്യൂമൻ ടു ഹ്യൂമൻ, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് സംസാരിക്കുന്ന അതേ സൗഹൃദത്തിൽ, ആ ഫ്രണ്ട്ലി ആയിട്ട്, എന്നാൽ ആ ഒരു ഔപചാരികത, സാമാന്യ മര്യാദ കീപ്പ് ചെയ്തുകൊണ്ടാണ് സംസാരിക്കേണ്ടത്. അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ചെറിയ ജോബുകൾക്കൊക്കെ പോകുന്നവർ പദം പറയരുത്. അതായത് അയ്യോ ഈ ജോബ് കിട്ടിയേ മതിയാവുള്ളൂ സാർ, ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, എനിക്കിത് കിട്ടിയേ മതിയാവുള്ളൂ എന്നൊന്നും പറയരുത്. കാരണം നിങ്ങളൊരു ബെഗ്ഗർ അല്ല. നേരെ പറഞ്ഞു തരികയാണ്, ഒരുപാട് കണ്ടിട്ടുള്ളത് കൊണ്ടാണ്. നിങ്ങളൊരു ബെഗ്ഗർ അല്ല, നിങ്ങളൊരു യാചകൻ അല്ലെങ്കിൽ യാചക അല്ല. നിങ്ങളുടെ സ്കില്ലും ടൈമും കൊടുത്ത് അതിൻ്റെ പ്രതിഫലം പറ്റാൻ വേണ്ടി, അതൊരു ആത്മാഭിമാനത്തോടെ ആയിരിക്കണം നമ്മളവിടെ അപ്പിയർ ചെയ്യേണ്ടത്. അതല്ലാതെ ഈ എന്താ പറയുക, പരിതാപം കാണിച്ച് സഹതാപം കാണിച്ച് ജോബ് നേടാമെന്ന് കരുതരുത്. ഒരു എംപ്ലോയറും അദ്ദേഹം അപ്പോൾ സഹതാപമൊക്കെ കാണിച്ചാലും അയാൾ നമുക്ക് പറ്റിയ ആളല്ല എന്നുള്ള ചിന്തയാണ് ഇദ്ദേഹത്തിന്റെ മനസ്സിൽ വരുന്നത്. അവർക്ക് വേണ്ടത് കരുത്തുറ്റ, അത് ഏതൊരു ജോബാണെങ്കിലും, എത്ര ചെറിയ ജോബാണെങ്കിലും അതിന് തമ്മിൽ അവിടെ ഉള്ളതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആളിനെയാണ് അദ്ദേഹം തിരഞ്ഞെടുക്കുക. അതുകൊണ്ട് വീട്ടിലെ പദം പറയല്, അയ്യോ ആ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഈ ജോബ് പ്രതീക്ഷിച്ചു, ഈ ജോബ് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ആകപ്പാടെ, അങ്ങനെയൊന്നും ഒരിക്കലും പറയരുത്. നിങ്ങളൊരു യാചിക്കാൻ വേണ്ടിയല്ല പോയത്. അത് അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആത്മാഭിമാനത്തോടെ നമ്മുടെ ഒരു സ്കില്ലും ടൈമും അദ്ദേഹത്തിന് കൊടുക്കുന്നു, അദ്ദേഹത്തിന് ആവശ്യമുണ്ട്, അതിന്റെ പ്രതിഫലം പറ്റുന്നു. ആ രീതിയിൽ ആത്മാഭിമാനത്തോടെ ആയിരിക്കണം നമ്മളെപ്പോഴും ഒരു ജോബിന് വേണ്ടി നേരിട്ട് കാണുമ്പോഴത്തെ സംസാരങ്ങളിലൊക്കെ പാലിക്കേണ്ടത്. ഇതും ഹൈഫൈ ആളുകൾ ക്ഷമിക്കുക, ഇത് അവർക്ക് അറിയുന്നതാണ്. പക്ഷെ സാധാരണക്കാർക്ക് ഇത് അറിയാത്തവരുണ്ട്, അവർക്കും കൂടെ ഈ വീഡിയോ ഗുണകരമാകട്ടെ. അതുപോലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, എത്ര ഇടത്ത് റിജക്റ്റ് ചെയ്യപ്പെട്ടാലും, എത്ര ഇടത്ത് നിന്ന് പിന്തള്ളപ്പെട്ടു പോയാലും, എത്ര ഇടത്ത് നിങ്ങളെ സ്വീകരിക്കാതെ പോയാലും, എത്ര ഇടത്ത് ജോബ് ലഭിക്കാതെ പോയാലും, ഒരുപാട് അന്വേഷിച്ചിട്ട് അത് ഹൈഫൈ ജോബ് ആകട്ടെ, ഒരു സാധാരണ ചെറിയ ജോബ് പോലും ആകട്ടെ, ഒരിക്കലും നിരാശപ്പെടരുത്. അതിൻ്റെ ഒരു കാരണം, അത് ചിലപ്പോൾ അവരുടെ ആ ഒരു ശ്രദ്ധക്കുറവായിരിക്കാം. നിങ്ങൾക്കറിയാമോ, മഹാരഥന്മാർ അനേകം ആദ്യ ഘട്ടങ്ങളിൽ പല പ്രാവശ്യം റിജക്റ്റ് ചെയ്യപ്പെട്ടവരാണ്, പുറത്താക്കപ്പെട്ടവരാണ്. സാക്ഷാത് ഒരുപാട് ഉദാഹരണമുണ്ട്, 2-3 ഉദാഹരണങ്ങൾ പെട്ടെന്ന് പറയാം. സാക്ഷാത് അമിതാഭ് ബച്ചൻ സാർ, അമിതാഭ് സാറ് ആകാശവാണിയിൽ അനൗൺസറായിട്ട് ജോബിന് അപ്ലൈ ചെയ്ത് അവിടെ ഇന്റർവ്യൂവിന് പോയപ്പോൾ ശബ്ദം പ്രക്ഷേപണ യോഗ്യമല്ല എന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്യപ്പെട്ടു. ഇന്ത്യയിലെ ഏറ്റവും വില കൂടിയ ശബ്ദത്തിനുടമ, അത്രയും ഉണ്ടായിരുന്ന അന്ന് അവിടെ റിജക്റ്റ് ചെയ്യപ്പെടാൻ വേണ്ടി അവർ കണ്ട കാരണം ശബ്ദം പ്രക്ഷേപണ യോഗ്യമല്ല എന്ന്. അതുപോലെ തന്നെയാണ് സാക്ഷാത് യേശുദാസ് സാറ്. യേശുദാസ് സാറും ആകാശവാണിയിൽ തന്നെയാണ്, അദ്ദേഹത്തെയും ആദ്യം അവിടെ നിന്ന് റിജക്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. എന്തിനേറെ സാക്ഷാത് മമ്മൂട്ടി സാറ് ആദ്യത്തെ 2-3 പല സിനിമകളിലും അദ്ദേഹത്തിന്റെ ശബ്ദമല്ല, ആ ശബ്ദം വേണ്ട എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ കൊണ്ടാണ് ഡബ് ചെയ്യിച്ചിരുന്നത്. ഇന്ന് കേരളത്തിലെ മലയാളത്തിലെ ഏറ്റവും വില കൂടിയ ശബ്ദം, ഏതോ ഒരു സിനിമയിൽ ശ്രീനിവാസൻ സാറാണ് അദ്ദേഹത്തിന്റെ ശബ്ദം കൊടുത്തിരിക്കുന്നത്. അങ്ങനെ മഹാരഥന്മാരെ പോലും തിരിച്ചറിയാൻ കഴിയാതെ പോയിട്ടുണ്ട്, അവരെ തിരിച്ചറിയാൻ നിയോഗിക്കപ്പെട്ട ആളുകൾക്ക്. അപ്പോൾ നിങ്ങളും അത് മനസ്സിലാക്കിയാൽ മതി. നിങ്ങളെ റിജക്റ്റ് ചെയ്യപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കഴിവ് അവർ തിരിച്ചറിഞ്ഞില്ല. നിങ്ങളുടെ കഴിവിനുള്ളത് നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും. എത്ര ഇടത്ത് റിജക്റ്റ് ചെയ്യപ്പെട്ടാലും ഒരിക്കലും തരി പോലും നിരാശപ്പെടരുത്. അതൊരു ലോക നിയമമാണ്. വീണ്ടും അന്വേഷിച്ചുകൊണ്ടേയിരിക്കുക. അതുപോലെ ഇന്ന് മുതൽ ഈ പരിശീലനം ആരംഭിക്കുക. ആ പറഞ്ഞ പോയിന്റ്, ആ ഒരു 1ാം ഘട്ടം, ആ മൈൻഡ് പവർ പരിശീലനം നിങ്ങൾ ഇന്ന് മുതൽ തന്നെ ആരംഭിക്കുക. കാരണം പരിശീലനമാണ് വിജയത്തിന്റെ താക്കോൽ. ഏത് മേഖലയിലാകട്ടെ പരിശീലനം, ആ ഒരു മൈൻഡ് പവർ പരിശീലനം തുടരുക. നിങ്ങൾക്കും നിങ്ങൾ ആഗ്രഹിച്ച ജോബ് ഉറപ്പായും കിട്ടും. എല്ലാവർക്കും ആഗ്രഹിച്ച പ്രതിഫലമുള്ള ഒരു ജോബ് ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ജോബ് ആവശ്യമുള്ള ആളുകളിലേക്ക്, സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യണമെന്നും ജോബ് ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യുന്നത് നന്നെന്നും അറിയിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും ഓർക്കുമല്ലോ. നാളെ വൈകുന്നേരം 6:30 മറ്റൊരു സെൽഫ് ഹെൽപ്പ് വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്